ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ കൊല്ലങ്കോട്. നമ്മളിന്ന് ഒരു പുതിയ കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ പാലക്കാട് കന്നിമാരിയിൽ കല്യാണപ്പേട്ട പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അച്ഛനും മകനും കൂടി ഒരു പുതിയൊരു സംരംഭം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ചങ്ങാതിമാരെ, അപ്പൊ നമ്മള് ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലം ഞാൻ ഒരിക്കൽ പറഞ്ഞു, കന്നിമാരി കല്യാണപ്പേട്ടയിലാണ് ഈ സ്ഥലം. അപ്പോൾ ചേട്ടന്റെ പേര് കാര്യങ്ങളൊന്ന് നമുക്ക് പരിചയപ്പെടാം. ചേട്ടന്റെ പേര്? എന്റെ പേര് സദാശിവൻ. സദാശിവൻ. എന്റെ പേര് മാധവ്. ഒന്നുകൂടി? മാധവ്. മാധവ്. അപ്പൊ ചേട്ടൻ നേരത്തെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല, ഞാന് ബേസിക്കലി ഒരു കർഷകനാണ്. കർഷകനാണ്. അപ്പൊ കൃഷിയോടനുബന്ധിച്ചിട്ട് കുറെ ചെറിയ ചെറിയ മിഷനറികളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് നേരത്തെ എന്തെങ്കിലും അനുഭവം? ഒരുപാട് അനുഭവങ്ങളൊന്നും. ഈ മെഷീൻ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആദ്യം വേണമല്ലോ. അത് ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെ ഒരു വലിയ കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല. അതൊന്ന്. രണ്ടാമത്തത് പിന്നെ ഈ മെക്കനൈസേഷൻ, ഇതില് യന്ത്രവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കുറെ ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, പത്രത്തിലും ടിവിയിലും മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ വന്ന അവസ്ഥയ്ക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്, ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് എങ്കിൽ കൂടി ഒന്നുകൂടി പറയണത്. അപ്പോ നമ്മള് നമ്മുടെ രാജ്യം ഒന്ന് അധികമായിട്ട് പ്രസംഗിക്കുകയാണെന്ന് തോന്നണ്ട. ഞാൻ നമ്മള് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കാർഷിക മേഖലയാണെങ്കിലും അത് ലാഭകരമായി കൊണ്ടുപോകണമെങ്കിൽ യന്ത്രവൽക്കരണം മസ്റ്റാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേബറും അതുപോലെ പിന്നെ ലേബറിന് കിട്ടായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതേമാതിരി കൂലി. അപ്പോൾ അതൊക്കെ കമ്മിയാക്കുക എന്നുള്ളതാണ് ഈ യന്ത്രവൽക്കരണത്തിലൂടെ നമ്മൾ പിന്നെ ബേസ് ചെയ്ത് നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പൊ അതിനെ പിന്തുടർന്നുകൊണ്ട് കുറെ മിഷനറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി നിർമ്മിച്ചതാണ് അഗ്രി നാനോ എക്സ്കവേറ്റർ. അതായത് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഈ കർഷക മേഖലയിൽ കൈക്കോട്ട് പണിക്ക് ആളില്ല. കിട്ടാനില്ല. പുതിയ തലമുറ ആരും കൈക്കോട്ട് പണിക്ക് ഇറങ്ങുന്നില്ല. വല്ല പെയിന്റിങ് പണിയോ അല്ലെങ്കിൽ പ്ലംബിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അങ്ങനത്തെ വർക്കുകൾക്ക് പോവല്ലാണ്ട് കൈക്കോട്ട് പണിക്ക് ആളില്ല. അപ്പൊ അതിന് ഒരു ബദൽ ഒരു സംവിധാനം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇത്തരത്തിലൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. ഇത് നമ്മൾ തെങ്ങിൻ തട കൊടുക്കുക അല്ലെങ്കിൽ വാഴയ്ക്കോ അല്ലെങ്കിൽ പച്ചക്കറിക്ക്, നെൽകൃഷിക്ക് അത്രത്തോളം സൂട്ടബിൾ അല്ല. കാരണം നെൽകൃഷി പറഞ്ഞ ഒരു സീസൺ 2 സീസണിൽ വരമ്പ് പണിയാണ് അതിൽ മെയിനായിട്ട് വരിക. പിന്നെ ട്രാക്ടർ നിലകൊള്ളുകയാണ്. പക്ഷെ ഒരു കവുങ്ങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ തെങ്ങായിക്കോട്ടെ അല്ലെങ്കിൽ വാഴയോ കൊള്ളി പച്ചക്കറികൾ, ഇതിലാണ് എല്ലാ സമയത്തും അത് അതിന്റെ ആവശ്യമുണ്ട്. കൈക്കോട്ടുപണി ആവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു എക്സ്കവേറ്റർ പറയുമ്പോൾ അത് ശരിക്കും ഓടിച്ച ആൾക്ക് മാത്രം തന്നെ അത് ഓടിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ഒത്തിരി അതിനൊന്ന് പരിചയമാക്കി വരണം പറഞ്ഞാൽ ഒരു 1-2 മാസമെങ്കിലും സമയം എടുക്കും ഓടിച്ച് പരിചയമാക്കാൻ പറഞ്ഞാൽ. അത് ഓരോരുത്തരുടെ മെക്കാനിക്കൽ മൈൻഡിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ അത് ഞാനിപ്പോ അത് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന്റെ ഒരു സംസ്ഥാന അവാർഡ് ഉണ്ടായിരുന്നു എനിക്ക്, ഒരു 1 lakh rupees. പിന്നെ അത് കൂടാണ്ട് പിന്നെ ഇത് ആൾക്കാരിങ്ങനെ TV മറ്റേ മൊബൈലിലൊക്കെ വന്ന കാരണം ഓർഡർ തരാൻ തുടങ്ങി. ഇപ്പൊ എറണാകുളത്തേക്ക്, തൃശ്ശൂര്, തൃപ്രയാറ്, അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് ഓർഡർ ഗുണം തീർച്ചയായിട്ടും ഓർഡർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവറേജ് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും? ഒരു 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പൊ ഒരു 2-3 ഉണ്ട്. ഇതിപ്പോ അടുത്തത് കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോ അടുത്ത് കൊടുക്കാനുള്ള ഒരു ഐറ്റമാണ്. പക്ഷെ അത് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അത് നമുക്ക് കാണിക്കാം. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കാണിക്കാം. പിന്നെ ഇതില് വേറൊന്ന് പറയാനുള്ളത്, ഇതിന്റെ നിർമ്മാണം എല്ലാം ഡിസൈനിങ് അതിന്റെ എല്ലാം ഞാനും മോനും കൂടിയിട്ടാണ് ചെയ്യുന്നത്. പുറമെ ആരുമില്ല. പിന്നെ അതേമാതിരി അതിന്റെ ഹൈഡ്രോളിക് പാർട്ട് മുഴുവനും തന്നെയാണ് അതിന്റെ മറ്റേ ഫിറ്റിംഗ്സ്. അത് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് മുഴുവനും അവൻ പറയാം. ഇത് ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും കഴിഞ്ഞ ആളൊന്നും അല്ല, ഒരു +2 വിദ്യാർത്ഥിയാണ് അവൻ.
നിങ്ങളുടെ ആ ഒരു വാസന മൂപ്പർക്കുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഡെവലപ്പ്. അവൻ അതിന്റെ പണികളൊക്കെ അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ വലിയ കാര്യമാണ്. അങ്ങനെ വളരെ അപൂർവ ആൾക്കാരെ ഇങ്ങനെ ഉള്ളൂ. അതായത് ഈ അച്ഛന്റെ കൂടെ തന്നെ നിന്ന് അച്ഛനെ ആശ്രയിച്ച് അവന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അത് മുന്നോട്ട് പോവാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഇന്നുള്ള മക്കളൊക്കെ വളരെ റെയറാണ്. ആ കാര്യത്തില് ഞാൻ സമ്മതിച്ചു. പിന്നെ വേറെന്ന് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാള് ഇത്തരത്തിലൊരു മിഷൻ എന്ന് പറയുമ്പോ അത് ലോക്കലായി ഉണ്ടാക്കിയതല്ലേ എന്ന് സ്വാഭാവികമായി ചിന്തിക്കും. അപ്പൊ ഈ ലോക്കൽ എന്ന് പറയുന്ന ആ വാക്കിനെ കൊണ്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പവർ ടില്ലർ, പവർ വീഡർ, ഇപ്പോ മറ്റേ ബാറ്ററിയിലുള്ള ഓടുന്ന സ്കൂട്ടി, ഓട്ടോറിക്ഷ, ഇതൊക്കെ കുടിൽ വ്യവസായന്മാരെ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്കും എന്തുകൊണ്ട് അതായിക്കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ നിർമ്മിക്കാൻ കാരണം. രണ്ടാമത്തത്, ഈ ലോക്കൽ എന്ന വാക്കില് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ മെഷീൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടയറാണ് വെക്കുക. ടയർ MRF ടയറാണ് 4 ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെ ലോക്കലാവില്ല, ബ്രാൻഡഡ് ആണ്. അതുപോലെ അതിന്റെ എഞ്ചിൻ പറഞ്ഞാൽ 8 HP ഗ്രീവ്സിന്റെ എഞ്ചിനാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഡീസൽ എഞ്ചിൻ കമ്പനിയാണ്. കേരളത്തിലോടുന്ന സകല ഓട്ടോന്റെ എഞ്ചിൻ ഗ്രീവ്സ് തന്നെയാണ്. അതേമാതിരി അതന്നെയാണ്. അതുപോലെ അതിന്റെ ഹൈഡ്രോളിക് പാർട്ടുകളായിക്കോട്ടെ, ഇപ്പൊ സിലിണ്ടർ, അതേമാതിരി ഇപ്പൊ ഹൈഡ്രോളിക് സിലിണ്ടറുകളൊക്കെ ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുത്തുന്നത്. ഗുജറാത്തിലെ ഒരു ലിഫ്റ്റ് വെൽ ഇന്ത്യ ലിമിറ്റഡ് പറഞ്ഞൊരു കമ്പനിയാണ്. അവര് വേൾഡ് ലെവലില് സിലിണ്ടർ കയറ്റി അയക്കുന്ന കമ്പനിയാണത്. അവരുടെ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെങ്ങനെ നമ്മളെ ലോക്കൽ എന്ന് പറയാൻ കഴിയില്ല. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ജനങ്ങളെ അറിവില്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ലോക്കൽ എന്ന് പറയുമ്പോൾ അവന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കമ്മിയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് അവർ ലോക്കൽ പറയുന്നത്. ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അതേ മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇപ്പൊ വലിയ വലിയ ഇരുമ്പുരുക്ക് ഫാക്ടറികളിൽ നിന്ന് വരുന്ന ചാനലും മറ്റേ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമ്മളെ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ വേറെന്ന് പറയാനുള്ളത്, നമ്മളെ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോഡക്റ്റില് നമുക്ക് 100% വിശ്വാസം വേണം. കാരണം ഒരാൾ ഇത്രയും പൈസ ഇറക്കിയിട്ട് നാളെ മേലെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് മൊക്കിലിടേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. അത് കാരണം അത് നമ്മുടെ ഫ്യൂച്ചറിനെ നല്ലവണ്ണം ബാധിക്കും. ആ കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം നിർബന്ധ ബുദ്ധിയാണ്. കാരണം ഒരു കാരണവശാലും ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമറിനെ കൊണ്ട് പറയണത്, നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. അല്ലാണ്ട് പിന്നെ വെറുതെ വാങ്ങിക്കൊണ്ട് പോയിട്ട് എനിക്കത് അവിടെ ഓട്ടിയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ആ പണിയെടുക്കാൻ അസ്ഥിവാരം വെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ചാല് കയറാൻ പറ്റില്ല എന്ന് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ട് കാര്യമില്ല. കൃഷിപ്പണിക്കുള്ളതാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എല്ലാ പണിയും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു മാനദണ്ഡത്തിലാണ് ഞാൻ സംഗതി ആൾക്കാർക്ക് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അടുത്ത മെഷീനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതിന്റെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇവിടെ തന്നെ ചെയ്തതാണ്. ഇതെല്ലാം ഈ ഭൂമി ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ പ്ലേറ്റ് എടുത്ത് ഇവിടെ തന്നെ നമ്മള് ലേസർ കട്ടിംഗ് ഉണ്ട്. ലേസർ കട്ടിങ്ങില് ഈ പാർട്ടൊക്കെ നമ്മള് ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത്ര വൃത്തിയൊന്നും വരില്ല. ഇവിടെ എത്ര ഫിനിഷിംഗ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡിസൈൻ അതിന്റെ ഡ്രോയിങ് കൊടുത്ത് ലേസർ കട്ടിങ് ചെയ്തിട്ടാണ് ഇതിന്റെ ഈ പാർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതേമാതിരി ബക്കറ്റൊക്കെ ഫോറം ഷീറ്റ് ആണ്, അതിനെ ബെൻഡ് ചെയ്ത് അതേമാതിരി തന്നെ. അതേമാതിരി ഫോറം ഷീറ്റ് തന്നെയാണ് ഇത്. പക്ഷെ നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് ഹൈഡ്രോളിക്കില് ബെൻഡിങ് മെഷീനിൽ ചെയ്തിട്ട് കൊണ്ടുവരികയാണ്.
പിന്നെ അതുപോലെ ഇതിന്റെ ചേസ് ഒക്കെ പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതല്ല. ചേസ് ഉണ്ടാക്കിയത് ഞാൻ അവിടെ തന്നെ കണ്ടു. അപ്പൊ അതിന്റെ സി ചാനലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതേമാതിരി സ്റ്റിയറിംഗ് ചെറിയ ഒരു വീഡറിന്റെ പവർ വീഡറിന്റെ വീലാണ് ഫ്രണ്ടില്. ഇത് പക്ഷെ ഓടിയുന്നത് പവർ സ്റ്റിയറിംഗിലാണ്. പവർ സ്റ്റിയറിംഗിലാണ്, അതായത് ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പവർ സ്റ്റിയറിംഗിലാണ് ഓടിയുന്നത്. അപ്പൊ ഇത് നമ്മള് മുൻവശത്തേക്ക് പ്രസ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഓടിയും, ബാക്കിലേക്ക് പറഞ്ഞാൽ റൈറ്റിലേക്ക് ഓടിക്കുക. അത് വളരെ കൺട്രോൾ ചെയ്യുന്നത് സിമ്പിൾ ആണ്. അതേമാതിരി റിവേഴ്സ് ഫോർവേഡ് എന്ന് പറയുമ്പോ ഇത് 2 പെഡലാ ഉള്ളത്. ഈ പെഡല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും. അതിന് കാലെടുത്ത് ഇതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് വരും. 2 പെഡലും ഫ്രണ്ടും ബാക്കിലേക്കുള്ളത് മാത്രം. കാരണം ഇതിന് പിന്നെ വേറെ ബ്രേക്ക് ആവശ്യമില്ല. കാരണം പെഡൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ വീൽ സ്റ്റക്ക് ആവും. എത്ര വലിയ ഇറക്കുവാണെങ്കിലും വീലിന് ഇറങ്ങി വരും. അപ്പൊ ഉരുളില്ല. നമ്മൾ കാല് കൊടുത്താൽ മാത്രമേ അത് വർക്ക്ഔട്ട് ഉള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ലെഫ്റ്റ് ആൻഡ് ബാക്കും ഫ്രണ്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നെ അപ്പൊ നിർത്താൻ ഒരു സംവിധാനം കാണുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരും ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഓട്ടി കഴിഞ്ഞപ്പോ നിർത്താൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ ആക്സിലേറ്ററിന് കാലെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനങ്ങില്ല. അപ്പൊ ഇത് വന്നിട്ട് ഹൈഡ്രോളിക്കിന്റെ പമ്പാണ്. അത് ഹൈഡ്രോളിക്കിന്റെ പമ്പ്. ഫങ്ഷൻ എങ്ങനെ പോയിട്ട് ഇത് ഓയിൽ ടാങ്ക്. ഏകദേശം 36 ലിറ്ററോളം ഓയിൽ 36 ലിറ്റർ. ഇതൊക്കെ പിന്നെ അതേ JCB വരുന്ന അതേ പൈപ്പ് തന്നെയാണ്. അത് ഏകദേശം ഒരു 2200 ബാർ പ്രഷർ വരുന്നു. പക്ഷെ നമ്മളിതിലൊരു 250 ബാർ പ്രഷർ മാക്സിമം ഇതിലേക്ക് വരുന്നുള്ളൂ, ആവശ്യമുള്ളൂ. അപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും കംപ്ലൈന്റ് വരില്ല. പിന്നെ വീല് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. പവർ ടില്ലറിന്റെ വീലാണത്. പവർ ടില്ലറിന്റെ അല്ലേ? പവർ ടില്ലറിന്റെ വീല് മെൽഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിന്റെ അവിടെ വരികയാണെങ്കിൽ എഞ്ചിൻ 8.3 HP ആണത്. ഗ്രീവ്സിന്റെ എഞ്ചിനാണ്. ഗ്രീവ്സ് എഞ്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രീവ്സ് പറഞ്ഞപ്പോ നല്ല ഫേമസ് അല്ലേ? ഓൾ ഇന്ത്യ ലെവലില് നമ്പർ 1 എഞ്ചിനാണ്. മൽഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എവിടെ തട്ടുമുട്ടൊന്നും പാടത്ത് ഓടിക്കുന്നത് കൊണ്ട് അവള് സേഫ്റ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ട്രാക്ടറിന്റെ സീറ്റാണ്. അതുകൊണ്ട് ആക്ഷൻ ഉള്ളത് തന്നെയാണ്. നമുക്ക് എടുക്കുവാനൊന്നും വരില്ല. നല്ല സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്. അപ്പൊ അതുകൊണ്ട് സേഫ്റ്റിയാണ്. എത്ര നേരം ഓടിച്ചാലും നട്ടല് വേനൊന്നും വരില്ല. അപ്പൊ നല്ല സേഫ്റ്റി ഉള്ള സീറ്റാണ്. പിന്നെ അതിനുള്ള കവറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മേലെ ചളി തെറിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിന്റെ ഡീസൽ എന്ന് പറയുന്നത് വേഗത ഒരാളെ നടക്കുന്ന സ്പീഡേ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരാൾ നടക്കുന്ന സ്പീഡാണ് ഇതിന്റെ മെയിൻ സ്പീഡ്. ആ ടൈപ്പിനെ വരും. ശരി. പിന്നെ ഇതിന്റെ ബെൽറ്റ് കാര്യങ്ങൾ ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയിനല്ല. ചെയിൻ ആകുമ്പോ അത് ഹൈ സ്പീഡ് കൂടുന്ന സമയത്ത് ചെയിൻ വർക്ക്ഔട്ട് ആവില്ല. ബെൽറ്റ് കുറച്ച് 3000 RPM ആണ് ഇതിന്. 3000 RPM. അപ്പൊ അത്ര RPM കറങ്ങുന്ന സമയത്ത് ചെയിനിലാകുമ്പോ ലൈഫ് ഉണ്ടാവില്ല. പെട്ടെന്ന് കടുവന്ന് പോകും. ബെൽറ്റ് ആകുമ്പോ പിന്നെ ബെൽറ്റ് സേഫ്റ്റി. അത് മറ്റേ ഹൗസിംഗ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള ഇതാണ്. മറ്റേ ചെറിയ ഐറ്റം അല്ല. മറ്റേ കാറിന്റെ ഒക്കെ ഹൗസിംഗ് അതേ സെയിം തന്നെയാണ്. ടാറ്റൈസിന്റെ അല്ലെ? ടാറ്റൈസിന്റെ മറ്റേ ഹൗസിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്രയും സ്ട്രോങ് ആണ്. പിന്നെ വീല് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്നവർക്ക് കണ്ണും പൂട്ടി എടുക്കാം. നല്ല ഐറ്റമാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ ഹൈഡ്രോളിക് തന്നെ വന്നിട്ട് ഏകദേശം 6 സിലിണ്ടർ വരും. 6 വരുന്നുണ്ട് അല്ലേ? 6 ഹൈഡ്രോളിക് തന്നെ 6 വരുന്നുണ്ട്. അതുപോലെ ഫങ്ഷൻ എടുക്കുന്ന ഇതാണിത്. മറ്റേ റീകംപ്രഷൻ പച്ച അല്ലേ? പച്ച. ഇത് ഓഫ് ലിവർ ആണ്. ഇത് ആക്സിലേറ്റർ. ആവശ്യത്തിന് ആക്സിലേറ്റർ കൊടുക്കാം. നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്പീഡിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തിട്ട് പിന്നെ ലിവർ കാര്യങ്ങളൊക്കെ ഒരുവിധം ഇപ്പൊ JCB ആയിട്ട് ടച്ച് ഉള്ള ഒരുവിധമുള്ള ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റും, അറിയാം. അപ്പൊ അല്ലാത്തവർക്കാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. വേറെ അഡ്വാൻസ് ആയിട്ട് വേറെ ഒന്നും പറയില്ല. ഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്വിച്ചുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഉണ്ട്. ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. LED ബൾബാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫോക്കസ് കിട്ടും. നല്ല LED ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാണെങ്കിലും പണിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യിപ്പിച്ചാലും ഇതിലും ആ ഒരു പ്രശ്നം വരുന്നില്ല. പ്രശ്നമൊന്നുമില്ല. എത്ര മണി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, കുഴപ്പമില്ല. ഇഞ്ചൻ വെളിയിലായതുകൊണ്ട് പിന്നെ ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ അടുത്തത് വേറെ ഏതെങ്കിലും ഇനിയിപ്പോ ഓർഡറുകൾ ചെയ്യാനുണ്ടോ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? പുതിയ മെഷീൻ അതൊന്നും നമുക്ക് കാണാം. അപ്പൊ അടുത്ത വേറെ 1-2 മെഷീനൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ കിട്ടിയിട്ട്. അപ്പൊ അതിന്റെയും കൂടി നമുക്കൊന്ന് എടുക്കാം. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതല്ലേ?
അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓടിച്ച് കാണിക്കാം. അത് അല്ല, അപ്പൊ നമ്മുടെ പാടത്തൊക്കെ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ. ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇത് പുതിയതായിട്ടൊരു നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാര് ഈ ലോഡർ, അതായത് നമ്മള് എംസാൻഡിലെ യാർഡ്, അതില് മെറ്റീരിയൽ മണലൊക്കെ വണ്ടി ചെറിയ പെട്ടിയോട്ടോ അല്ലെങ്കിൽ ടാറ്റ കയറി സാധാരണ ഒരു തലച്ചോമയിൽ നിറയ്ക്കുക ചെയ്യാം. അതിന് ഒരു ലോഡർ ഉണ്ടാക്കാൻ പറ്റിയ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അതേമാതിരി ഈ ബ്രിക്സ് ഉണ്ടാക്കണവർക്ക് അവന്റെ ഹോപ്പർ മെഷീൻ, മിക്സർ മെഷീൻ, അതിലേക്കും ഇതേമാതിരി വേണം പറഞ്ഞപ്പോ അത്തരത്തിലൊരു മെഷീനാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൂർത്തിയായിട്ടില്ല, ഇതിന് കുറച്ചും കൂടി വർക്ക് ഉണ്ട്. ചെറിയ പണിയുണ്ട്. ഏകദേശം 98% ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു മാസം കൊണ്ട് ഇത് പൂർത്തിയാവും. ഇല്ലല്ല, 2 ദിവസം കഴിഞ്ഞ് പോകൂലേ? ഓർഡറാണ്. ശരി. അപ്പൊ ഇനി അടുത്തത് മറ്റേ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇപ്പോ ഈ 2 റൂമാണ് ഇതിന്റെ വർക്ക്ഷോപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ സാധനങ്ങൾ ഇതാണ്. ഇപ്പൊ പണിയെടുക്കുന്ന അവരുടെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പുറമെ ഒരു ഐറ്റവും ഇല്ല. പിന്നെ അപ്പോ വേറൊരു മെഷീൻ ബുക്കിംഗ് വന്നതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് ചേസ് കാര്യങ്ങളൊക്കെ കണ്ടോ, ചേസ് കാര്യങ്ങൾ കംപ്ലീറ്റ് അവർ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ചേസ് മാത്രമായിട്ടുണ്ട്. അല്ല, ഇതിനും ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഫിറ്റിംഗ്സ് ആണ്. അപ്പൊ അത് ആ വർക്ക് കഴിഞ്ഞ ഉടനെ ഇത് തുടങ്ങും. അതിന്റെ എല്ലാം ടയർ കാര്യങ്ങൾ എല്ലാ ഐറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും നമ്മള് വേറെ എന്തൊക്കെയോ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ ഐറ്റങ്ങൾ, അങ്ങനെ ചെറിയ ഐറ്റങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇതൊരു റോളർ ആണല്ലോ. എന്തിന്റെ ട്രാക്ക് ടൈപ്പ് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്കവേറ്റർ ആണ് ഇത്. ഇത് മുഴുവനാക്കിയിട്ടില്ല. അല്ല, അത് പണി അവര് ഓർഡറാണ് അല്ലേ? കോഴിക്കോട് ഒരു പാർക്കുകാർക്ക് കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ മുകളിൽ എന്താ വരിക? ഇതിന്റെ മുകളിന് ഇതേമാതിരി ജെസിബിന്റെ കൈകാര്യം എല്ലാം വരും. അപ്പൊ അത് അങ്ങനത്തെ ടൈപ്പ് അല്ലെ? ടയർ അല്ലാതെ ഇതിന്റെ. അപ്പൊ ഇതൊരു പുതിയത് വേറൊരു സംഭവമാണ്. അപ്പൊ അതിന് നമ്മൾ ടയർ കൊടുത്തിട്ടുണ്ട്. അതിന് പകരമാണ് ഇത് ഈ ബെൽറ്റ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം അവർ അടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ഉണ്ട് ഇപ്പോ. 2 ഉണ്ട്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ തിരക്കാണ്. കാരണം ഇവർ രണ്ടുപേരും തന്നെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാം. 1-2 ആൾക്കാർ പണിക്ക് വേണം എന്ന് വിളിച്ചപ്പോ അവര് പറയണത്, ഞങ്ങള് JCB ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അത് അവരുടെ കുറ്റം പറഞ്ഞ കാര്യമില്ല. വേൾഡിൽ എവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പൊ നിങ്ങൾ വരി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞാലും അവർക്ക് ഒരു ഉള്ളിൽ പേടി. അത് എങ്ങനെയാവും എന്താന്ന് പരിചയമില്ലാത്ത വർക്ക് ആയതുകൊണ്ട് ഒരു പയ്യൻ വരും, 1-2 ആള് വരും. തിരക്കായ കാരണം അവന്റെ വർക്ക് കഴിയട്ടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഏകദേശമുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നത്. അല്ല, നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടല്ലോ. നമുക്ക് ഒരാൾ പണിക്കാരുണ്ടെന്നല്ല അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ. പണിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് 1 മിനിറ്റ് വെളിയിൽ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ അടുത്ത് നിർത്തി ചെയ്താലേ വൃത്തിയാവുള്ളൂ. അല്ലാണ്ട് അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവന് കുറ്റം പറഞ്ഞ കാര്യമില്ല. അപ്പൊ നമ്മൾ ഇന്ന വിധത്തിൽ ബെൻഡ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളടിക്കും, അല്ലെങ്കിൽ ഹോൾഡിങ്, അല്ലെങ്കിൽ അങ്ങനെ അത് കണക്ക്. മറ്റേതിന് ഫാബ്രിക്കേഷൻ വർക്ക്, ഗേറ്റ് ഗ്രില്ലോ അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡ് അങ്ങനത്തെ മാതിരിയല്ല. ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പൊ ലെയ്ത്തില് നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പയ്യനുണ്ട് സന്തോഷ് പറഞ്ഞിട്ട്, അവൻ കൊടുത്തു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ആദ്യം പറയും 20 മതിയാ ഷാഫ്റ്റ് പറഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗിൽ ചെറിയ വൈബ്രേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മെഷീനറി പറയുമ്പോൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ആദ്യം ഇവര് ഉണ്ടാക്കിയ മെഷീൻ. ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മെഷീൻ ഇവരിതാണ്. ഇതിനുശേഷം ഒരുപാട് മെഷീൻ അവരുണ്ടാക്കി, കുറച്ചെണ്ണം പോയി. ഇതിപ്പോ ഇവര് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാടത്തെ തെങ്ങിൻ തടം എടുക്കാനും അതേപോലെ വാഴയ്ക്ക് തടം എടുക്കാൻ, അങ്ങനെയുള്ള മറ്റുള്ള വരമ്പുകൾ മറ്റേ മണ്ണ് തോണ്ടാനും കുഴിയെടുക്കാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഇതിവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്കത് ഓടിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആളെടുത്തത്. ഇത് 5 HP മോട്ടറാണെന്നാണ് പറയണേ. സെയിം മറ്റേ മെഷീൻ്റെ അതേ തന്നെയാണ്. ഇതിൽ ബക്കറ്റും കാര്യങ്ങളുണ്ട്, അതിലും അതുപോലെ ഉണ്ട്. ഇനി വേറെ തരത്തിലുള്ള മെഷീനൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൈകൊണ്ടും ചുറ്റി ഷാർട്ടാക്കാം. അതാണ്ടോ ഈ സാധനം കൈകൊണ്ട് ഷാർട്ടാക്കുന്ന സാധനം, കറക്കിയിട്ട് ഷാർട്ടാക്കുന്ന മെഷീനാണ്. ഇപ്പൊ ഇതിന് ഇവിടെ ഒരു തെങ്ങിന്റെ ഒരു തടം അവരെടുത്ത് മണ്ണ് മാന്തി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മണ്ണ് എങ്ങനെ മാന്തും, എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ പുതിയ മെഷീൻ നമ്മളെ ഓടിച്ച് കണ്ടിട്ടില്ലല്ലോ. പുതിയ മെഷീൻ എങ്ങനെയാണ് അവരെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് കാണാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ അവരെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനെ വെച്ചിട്ട്
നമ്മളിത് മണ്ണ് എങ്ങനെയാ മാന്തുന്നതൊക്കെ നോക്കുകയാണ്. ഇതാണ്ടോ വളരെ ഫ്രീ ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും മണ്ണ് കാര്യങ്ങളൊക്കെ. വേണ്ട അത്രയും വേണ്ട. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ തോട്ടങ്ങളൊക്കെ മണ്ണ് മാന്താനും വലിക്കാനൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ അത്ര എളുപ്പത്തിൽ സംഗതി വന്നു. ഇതിപ്പോൾ ഒരാളുടെ പണിക്ക് കൂടെയാണെങ്കിൽ ഒരു എങ്ങനെയാ പറയാ, ഇപ്പൊ ഒരു മെഷീൻ 10 ആള് ചെയ്താൽ പോലും തീരില്ല. അത്രയും വർക്കുകൾ ഒരു മെഷീൻ തന്നെ ചെയ്യും. അതുകൊണ്ട് അതൊരു നല്ലൊരു കാര്യമാണ് ഈ മെഷീൻ കണ്ടുപിടിച്ചത്. മൂപ്പര് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം വേറെ ആരും കണ്ടുപിടിച്ചില്ല എന്നാ പറയുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിലുള്ള ഇങ്ങനെ ഒരു മെഷീൻ ഒരാൾ കണ്ടുപിടിക്കുക, അത് നമ്മളെ വലിയ കാര്യം തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഒക്കെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും മറ്റുള്ള ടോയ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഗുണകരമായിട്ട് ഇങ്ങനെ നമുക്ക് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കാൻ പറ്റുന്ന മാതിരി ഗുണകരമായിട്ട് ഒരു സംഗതി ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതില് നമുക്കത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇത് കാണുന്നവര്, ഇത് ഈ വീഡിയോ കാണുന്നവർ എന്താണേലും വലിയ വലിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആലോചിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ. ഒരാളിനെ, ഏതെങ്കിലും ഒരു പണിക്കാരനെ നമ്മുടെ ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വർക്കും ഈ ഒരു മെഷീൻ ചെയ്യും. അതുപോലെ തന്നെ പണിക്കാരനെ ആശ്രയിച്ചിട്ട് പണിക്കാരനെ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നോക്കി ആലോചിച്ചിട്ട് ഇതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മൂപ്പനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ ഏത് പ്ലാനിൽ വേണമെങ്കിലും അവർ ചെയ്തു തരും. അപ്പൊ നല്ല വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. അതുപോലെ മറ്റേ താഴത്തെ ആ സാധനം കൊണ്ട് അതിനെ നമുക്ക് നിരത്താനും പറ്റും. അത്രയും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ സദാശിവേട്ടന്റെ മെഷീനറിയെ കുറിച്ചായിരുന്നു. അപ്പോൾ മൂപ്പര് നമ്മുടെ മെഷീനെ കുറിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള സമയം മാറ്റിവെച്ചതിന് വലിയ സന്തോഷമുണ്ട്. ആ മൂപ്പരുടെ സമയം നമ്മൾ എടുത്തതിന്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും, നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക. മൂപ്പന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻ വേണമെന്നുള്ളവർ ഫോൺ നമ്പറിൽ വിളിച്ച് മൂപ്പനെ കോൺടാക്ട് ചെയ്യുക. മൂപ്പൻ എന്താ വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു തരും. അപ്പോൾ നന്ദിയുണ്ട്, നമസ്കാരം.